إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. പ്രിയപ്പെട്ട മുസ്ലിം സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയെ സൂക്ഷിക്കുന്ന മുറപ്രകാരം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന്, മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ മരിക്കാതിരിക്കാൻ വേണ്ടിയുള്ള കഠിന പരിശ്രമം, എപ്പോഴുമുള്ളൊരു ശ്രദ്ധ എന്നും എപ്പോഴും എവിടെയും വെച്ചു പുലർത്തണമെന്ന് ഉണർത്തുകയാണ്. കഴിഞ്ഞ 2 ഖുത്ബകൾ നമ്മൾ ഈ മെമ്പറിൽ നിന്ന് ശ്രവിച്ചത് റമദാനുമായി ബന്ധപ്പെട്ട വിഷയം നേർക്ക് നേരെ അല്ലെങ്കിലും അതിലും ശ്രദ്ധിക്കേണ്ട ചില വിഷയങ്ങളാണ്. അതാ ഇന്നിവിടെ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ മുസ്ലിം സമൂഹത്തിൽ കാണുന്ന, പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്കിടയിലും ദീനി ആവേശം വെച്ച് പുലർത്തുന്നവരൊക്കെ കാണുന്ന ഒരു പ്രവണതയാണ് അതിതീവ്രമായ നിലപാട്. അതായത് ദീനിലൊരു അതിര് കവിച്ചത്. 5 നേരം നിസ്കാരത്തിൽ കുറച്ച് ശ്രദ്ധയുണ്ട്, റമദാനിൽ നോമ്പുണ്ട്, ദഅവാ പ്രവർത്തനത്തിലൊക്കെ ഉണ്ട്, അത്യാവശ്യം ഖുർആൻ ക്ലാസ്സിനൊക്കെ പോകുമ്പോൾ അതിലും അത്രമാത്രം കുറച്ച് വീഴ്ചകൾ വരുത്തുന്ന, അല്ലെങ്കിൽ അത്രമാത്രം ഇവരെ പോലെ ശ്രദ്ധിക്കാൻ കഴിയാത്ത മറ്റു മുസ്ലിം സഹോദരന്മാരോട് ഇവർ വെച്ച് പുലർത്തുന്ന നിലപാട് നമ്മളെ അതിശയിപ്പിക്കും. യഥാർത്ഥ ഇസ്ലാമിക നിലപാട് എന്ന് പറഞ്ഞ അല്ലാഹു സുബ്ഹാനഹു വതആല വളരെ കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട്. വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസത ലിതകൂനു ശുഹദാ അലന്നാസ് വയകൂന റസൂലു അലൈക്കും ഷഹീദ. വകദാലിക ജഅൽനാകും, അപ്രകാരമാണ് നാം നിങ്ങൾക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ളത്, ജനങ്ങൾക്ക് സാക്ഷികളായ ഒരു മധ്യമ സമൂഹമാക്കിയിട്ട് ഇതിനെ മാറ്റിയിട്ടുണ്ട്. ഉമ്മത്തൻ വസത ലിതകൂനു ശുഹദാ അലന്നാസ്, ജനങ്ങൾക്ക് സാക്ഷികളായ ഒരു ഉത്തമ സമൂഹം അല്ലെങ്കിൽ മധ്യമ സമൂഹമാക്കി ഇസ്ലാമിനെ മാറ്റിയിട്ടുണ്ട്. അങ്ങനെയാണ് നിങ്ങൾക്ക് നാം നിശ്ചയിച്ച് തന്നിട്ടുള്ളത്. വയകൂന റസൂൽ അലൈക്കും ഷഹീദ, പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് സാക്ഷിയാണ്, സഹാബികൾ ജനങ്ങൾക്ക് സാക്ഷിയാണ്. പക്ഷേ ഈ ദീനിന്റെ പ്രത്യേകത എന്താ? അത് മധ്യമ സമൂഹമാണ്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ യമനിലൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീനി പ്രബോധനത്തിന് നിയോഗിക്കുക. തന്റെ അനുചരന്മാരായ മുആദ് ഇബ്നു ജബൽ, അതുപോലെ തന്നെ അബൂ മൂസ അശ്അരിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത ഉപദേശത്തിൽ കാണാം, യസ്സിറ വലാ തുഅസ്സിറ. യസ്സിറ, നിങ്ങൾ എളുപ്പമാക്കണം. വലാ തുഅസ്സിറ, നിങ്ങൾ രണ്ടുപേരും പ്രയാസപ്പെടുത്തരുത്. വബശ്ശിറ, നിങ്ങൾ സന്തോഷിപ്പിക്കണം. വലാ തുനഫിറ, നിങ്ങൾ അകറ്റിക്കളയരുത്, നിങ്ങൾ വെറുപ്പിച്ച് കളയരുത്. ദീനി വക്താക്കൾ എന്ന രീതിയിൽ മറ്റുള്ളവരെ അകറ്റിക്കളയരുത്, വെറുപ്പിച്ച് കളയരുത്. നിങ്ങൾ രണ്ടുപേരും പരസ്പരം അനുസരിക്കണം. ഈഗോ മാറ്റി വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അനുസരിക്കാം. അത് നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യണമെന്ന് പറയുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുജനായ അബൂ മൂസ അശ്അരി പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എവിടേക്ക് എന്ത് കാര്യത്തിന് സഹാബികളെ നിയോഗിച്ചാലും പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്ന വാക്കിതായിരുന്നു, ഇദാ ബഅസ അഹദൻ മിൻ അസ്ഹാബിഹി
ഫീ ബഅദി അംരിഹി, ഏത് കാര്യങ്ങളും പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾപ്പെട്ട ആരെങ്കിലും നിയോഗിച്ച ഖാൽ, അവരോട് പറയും ബശ്ശിറു വലാ തുനഫിറു, നിങ്ങൾ അവരെ സന്തോഷിപ്പിക്കണം, അവരെ വെറുപ്പിച്ച് കളയരുത്, അവരെ അകറ്റിക്കളയരുത്. വയസ്സിറു വലാ തുഅസ്സിറു, അവർക്ക് എളുപ്പമാക്കി കൊടുക്കണം, അവർക്ക് പ്രയാസപ്പെടുത്തരുത്. നീരുന്ന് അകന്നു പോവുക, നിങ്ങളുടെ സ്വഭാവം കണ്ട്, നിങ്ങളുടെ പെരുമാറ്റം കണ്ട്, നിങ്ങളുടെ രീതി കണ്ട്, നിങ്ങളുടെ ചില ഇടപാടുകൾ കണ്ട് അവരെ ഇതിൽ നിന്ന് അകറ്റിക്കളിയ, അങ്ങനെ നിങ്ങൾ ഒരിക്കലും ഉണ്ടാകാൻ വേണ്ടി പാടുള്ളതല്ല. ഷേഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം റിയാദുസ് സാലിഹിന്റെ ഷറഹിൽ കൊടുത്തു ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട്, യസ്സിറു എന്ന് പറഞ്ഞ യഅനി ഉസ്ലുകു മാ ഫീൽ യുസ്ര വസ്സുഹൂല സവാഉൻ കാന ഫീമാ യതഅല്ലഖു ബിഅഅമാലിക്കും ഔ മുആമലാതിക്കും മാ ഗൈരിക്കും വമാ മാ ഖിയറ ബൈനൽ അംറൈനി ഇല്ല ഇഖ്താറ ഐസറഹുമാ മാ ലം യകുൻ ഇസ്മാ വലിഹാദാ കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഹദീഹി അന്നഹു മാ ഖിയറ ബൈന അംറൈനി ഇല്ല ഇഖ്താറ ഐസറഹുമാ മാ ലം യകുൻ ഇസ്മാ. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസ്സിറു എന്ന് പറഞ്ഞാൽ എളുപ്പമാക്കൂ എന്ന് പറഞ്ഞാൽ അത് എല്ലാ ഇടപാടുകളിലും നിങ്ങളുടെ എല്ലാ പെരുമാറ്റങ്ങളിലും അത് ബന്ധിപ്പെടുത്തുന്നു, അത് ബന്ധിക്കുന്നു. കാരണം ആ രൂപത്തിലായിരിക്കണം നിങ്ങൾ ദീനിൽ പ്രവേശിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് കാര്യം തിരഞ്ഞെടുക്കാൻ വേണ്ടി പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഒരു അവകാശമുണ്ടായാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയാസരഹിതമായ ഏറ്റവും എളുപ്പമുള്ളമായ കാര്യമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരഞ്ഞെടുത്തിരുന്നത്. പാപമുണ്ടെങ്കിൽ ആ രണ്ട് കാര്യം തിരഞ്ഞെടുക്കൂല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് വിദൂരമായി പോകുമെന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലംക്ക് ഒരു അവസരം കിട്ടി, നിങ്ങൾ ഏതെങ്കിലും ചാൻസ് തിരഞ്ഞെടുത്തോ എന്നൊരു നിലപാടുണ്ടായാൽ ഏറ്റവും എളുപ്പമുള്ള ഈ ഉമ്മത്തിൽ പ്രയാസരഹിതമാക്കുന്ന സംഗതിയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരഞ്ഞെടുത്തിരുന്നു എന്നാണ്. എന്തുകൊണ്ടാണ് സഹോദരന്മാരെ മതത്തെ തീവ്രവും കഠിനമാക്കുന്ന നിലപാട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നും വെറുത്തിരുന്നു? കാരണം തീവ്രത മടുപ്പിലേക്ക്, നാശത്തിലേക്ക് നയിക്കും. എപ്പോഴൊക്കെ തന്നെ അനുചരന്മാർ സഹാബികൾ തീവ്ര നിലപാട് പുലർത്തിയിരുന്നുവോ അപ്പോഴൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് തിരുത്തുമായിരുന്നു. ചിലപ്പോൾ ശാന്തവും സൗമ്യവുമായി, മറ്റു ചിലപ്പോൾ കോപത്തോടെയും സ്വരം കരിപ്പിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തിയെ കാണാൻ വേണ്ടി സാധിക്കും. അബൂ മൂസ അൻസാരി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരിക്കലേ ഒരു സഹാബി വന്നു, ജാ റജുലുൻ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാൽ, എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഇന്നി ലഅതഖറ അൻ സലാത്തി സുബ്ഹി മിൻ അജ്ലി ഫുലാനിൻ മിമ്മാ യുതീലു ബിനാ. അല്ലാഹുവിന്റെ പ്രവാചകരെ, ഞാൻ സുബഹിസ്കാരം അയാളെ കൂടെ നിസ്കരിക്കാറില്ല, ഞാൻ വൈകിട്ടാണ് നിസ്കരിക്കുക, ഞാൻ മറ്റൊരു രീതിയിലാണ് നിസ്കരിക്കാറ്, ഇമാമു ജമാഅത്തിന് ഞാൻ പങ്കെടുക്കാറില്ല, കാരണം മൂപ്പർ ദീർഘമായി നിസ്കരിക്കും, അതുകൊണ്ട് എനിക്ക് ആ ജമാഅത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പറ്റില്ല എന്നൊരു സഹാബി പരാതിപ്പെട്ടപ്പോ അബൂ മൂസ അൻസാരി പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കുപിതനായി സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങനെ ദേഷ്യം പിടിച്ചിട്ട് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളെ ഉപദേശിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇന്ന മിൻകും മുനഫിരീന, നിങ്ങളിൽ ജനങ്ങളെ വെറുപ്പിക്കുന്ന ആൾക്കാരുണ്ട്. ഇമാമ് എന്നിട്ട് ജനങ്ങളെ വെറുപ്പിക്കുന്ന ആൾക്കാരുണ്ട്. ഫഅയ്യുക്കും അമ്മന്നാസ ഫൽയൂജിസ് ഫഇന്ന മിൻ വറാഹിൽ കബീറ വൽളഈഫ വദൽ ഹാജ. നിങ്ങളുടെ പിന്നിൽ ചിലപ്പോൾ രോഗമാകുന്ന ആളുണ്ടാവും, അല്ലെങ്കിൽ വൃദ്ധരുണ്ടാകും, ബലഹീനരുണ്ടാകും, അത്യാവശ്യക്കാരനുണ്ടാകും, അങ്ങനെയുള്ള ആൾക്കാരുണ്ടാകും. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് നിങ്ങൾ നിന്ന് നിസ്കരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ചുരുക്കി നിസ്കരിക്കണമെന്നാണ്. ഇമാമായിട്ട് നിസ്കരിക്കുകയാണെങ്കിൽ അവർ വെറുപ്പിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കാൻ വേണ്ടി പാടുന്നതല്ല. വൃദ്ധരുണ്ടാകും, ചിലപ്പോൾ രോഗികൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും ആവശ്യത്തിന് പള്ളിയിൽ കയറി യാത്രക്കാരുണ്ടാവും. അവരുടെയൊക്കെയും കാര്യങ്ങൾ നിങ്ങൾ പരിഗണിച്ച് വേണം നിങ്ങൾ ഇമാമായിട്ട് നിസ്കരിക്കാൻ വേണ്ടി എന്നാണ്. ജാബിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ കാണാം, മുആദ് ബിൻ ജബൽ അൻസാരി റളിയല്ലാഹു അൻഹു തന്റെ സുഹൃത്തുക്കൾക്ക് ഇമാമായിട്ട് ഒരു ഇശാ നിസ്കരിച്ചു. അദ്ദേഹം നിസ്കാരം ദീർഘിപ്പിച്ചു, വലിയ വലിയ സൂറത്ത് ഓതി നിസ്കാരം ദീർഘിപ്പിച്ചു, ഇശാ നിസ്കാരം. അപ്പൊ ഞങ്ങളിൽ ഒരാൾ പിരിഞ്ഞു പോയിട്ട് ഒറ്റക്ക് നിസ്കരിച്ചു. ഈ വിവരം മുആദ് ബിൻ ജബലിനോട് പറഞ്ഞു, നിങ്ങളെ ജമാഅത്തിൽ പങ്കെടുക്കാതെ ഒരാളെ നിസ്കാരത്തെ കൈകൾക്കിട്ട് അയാൾ അവിടുന്ന് പള്ളിന്റെ മൂലക്കുന്ന ഒറ്റക്ക് നിസ്കരിക്കുകയുണ്ടായി എന്ന് പറഞ്ഞു. മുആദ് ബിൻ ജബൽ പറഞ്ഞു, ഇന്നഹു മുനാഫിഖുൻ, അയാൾ മുനാഫിക്കാണ്, കപടവിശ്വാസിയാണ്. കപടവിശ്വാസിയാണ്, സഹാബിയാണ്. അദ്ദേഹത്തിന് വലിയ വിഷമമുണ്ടാക്കി. അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് ഒരു പരാതി പറഞ്ഞു, എന്നെ മുആദ് മുനാഫിഖ് എന്ന് വിളിച്ചു അല്ലാഹുവിന്റെ പ്രവാചകനെ, ഇന്നാണ് സംഭവം, എനിക്ക് രാവിലെ ഡ്യൂട്ടിക്ക് പോകേണ്ടതാണ്. മുആദ് ഇമാമ് നിന്നാൽ ദീർഘമായി നിസ്കരിക്കും,
അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആദിനെ വിളിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, അതുരീദു അൻ തകൂന ഫത്താൻ യാ മുആദ്, ജനങ്ങളിൽ ഫിത്ന ഉണ്ടാക്കാനാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ജനങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കാനാണോ, പ്രയാസപ്പെടുത്താനാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇദാ അമംത الناس فقرأ بالشمس والضحاها وسبح اسم ربك الأعلى فقرأ باسم ربك അത് ഇഖ്റഅ ബിസ്മി റബ്ബിക് വല്ലൈലി ഇദാ യഗ്ഷാ. ഒന്നെങ്കിൽ നിങ്ങൾ ഇമാമായി നിസ്കരിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ സൂറത്തൊക്കെ ഓതാം. വല്ലൈലി ഇദാ യഗ്ഷാ, ഇഖ്റഅ ബിസ്മി റബ്ബിക, സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ അഅല, വശംസി വളുഹാഹാ എന്നിങ്ങനെയുള്ള ചെറിയ സൂറത്തുകൾ ഓതാം. അല്ലെങ്കിൽ എൻ്റെ പിന്നിൽ നിസ്കരിക്കുക എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, മുഹമ്മദ് റസൂലുള്ളാഹ്, അല്ലാഹുവിൻ്റെ പ്രവാചകനാണ് ഏറ്റവും വലിയ തെളിവാണ്. ചിന്തിക്കേണ്ട വിഷയമാണ്. ഇമാമായി നിന്ന് വലിയ ഓത്തോത് നമുക്ക് സ്വബീക്കൊക്കെ കാണാം. ചിലപ്പോൾ അരമണിക്കൂർ, 25 മിനിറ്റ്, 20 മിനിറ്റ്. ഷുഗർ രോഗികളുണ്ടാവും, പ്രഷർ രോഗികളുണ്ടാവും, അതുപോലെ തന്നെ ബാലൻസിന്റെ പ്രശ്നങ്ങളുണ്ടാവും, മുട്ടുവേദനയുള്ള ആളുണ്ടാവും, മര്യാദക്ക് നിൽക്കാൻ കഴിയാത്ത ആളുണ്ടാവും. അവരൊന്നും പരിഗണിക്കില്ല, ദീർഘമായി ഓത്താണ്. സഹോദരന്മാരെ ശ്രദ്ധിക്കണം. ഒന്നെങ്കിൽ ഇമാമായി നിൽക്കുകയാണെങ്കിൽ അത് ചുരുക്കി നിസ്കരിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീർഘമായി നിസ്കരിക്കാൻ വേണ്ടി കൈകിട്ടുമെന്ന ഇന്നി ല അദ്ഖുലു സ്വലാത്ത ഉരീദു ഇതാലതഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീർഘമായി നിസ്കരിക്കാൻ വേണ്ടി കൈകിട്ടും. ചിലപ്പോൾ ഫഅസ്മഉ ബിബുകാഇ സബിയി ഫഉഖഫിഫു മിൻ ശിദ്ദതി വജ്ദി ഉമ്മിഹി ബീന. അതായത് അപ്പോഴായിരിക്കും കുട്ടികളുടെ കരച്ചിൽ കേൾക്കുക. അപ്പൊ ആ കുട്ടികളുടെ കരച്ചിൽ കേട്ടിട്ട് അവരുടെ ഉമ്മമാർക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടാകുമല്ലോ എന്ന് കരുതിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കാരത്തെ വളരെയധികം ചുരുക്കി നിസ്കരിക്കുന്നതായി സഹാബികൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. സഹോദരന്മാരെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജനങ്ങളെ പ്രയാസപ്പെടുത്താതെ, വെറുപ്പിക്കാതെ, വളരെ ശ്രദ്ധിച്ച് മതപരമായ കാര്യങ്ങൾ അനുഷ്ഠിക്കണമെന്ന് അതിന് നേതൃത്വം കൊടുക്കുന്നവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശം കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ നിസ്കാരത്തിന്റെ ദൈർഘ്യം കാരണം ജമാഅത്ത് നിസ്കാരത്തിൽ നിന്ന് വേറിട്ട് ഒറ്റയ്ക്ക് നിസ്കരിച്ച സഹാബിയോട് അതിന്റെ പേരിൽ ഒന്നും പറയാതെ നിസ്കാരത്തിന് നേതൃത്വം കൊടുത്ത സഹാബിയെ ഗുണദോഷിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. ഈ ഒരു കുഴപ്പക്കാരനാണോ എന്നാണ് ചോദിക്കുന്നത്. ചെറിയ കുട്ടികളുടെ കരച്ചിൽ കേൾക്കുമ്പോൾ ജമാഅത്തിൽ പിന്തുടർന്ന അവരുടെ മാതാക്കൾക്ക് അത് പ്രയാസമുണ്ടാക്കുമല്ലോ എന്ന് കരുതി നിസ്കാരം ചുരുക്കുന്ന പ്രവാചകൻ നിസ്കാരം ഉൾപ്പെടെ ഒരു കാര്യത്തിനും ജനങ്ങളെ വെറുപ്പിക്കരുതെന്ന് നമ്മെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സഹോദരന്മാരെ, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൃത്തി ഉണ്ടായിരുന്നു. അപ്പൊ അവരെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ വൃത്തിയ എന്ന് പറഞ്ഞാല് അവരെന്താ പകല് മുഴുവനും നോമ്പ് നിൽക്കും, രാത്രി ദീർഘമായ നിസ്കാരമാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന ലിക്കുല്ലി അമലിൻ ശിറ, എല്ലാ അമലിനും എന്തുണ്ട്, ഒരു ഉന്മേഷമുണ്ട്, ഒരു ഇടവേളയുണ്ട്. അല്ലെ വലിക്കുല്ലി ഷിറത്തിൻ ഫത്ര, എല്ലാ ഉന്മേഷത്തിനും ഒരു ഇടവേളയുണ്ട്. എല്ലാ അമലിനും എന്തുണ്ട്, എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒരു ഉന്മേഷമുണ്ട്. അതുപോലെ തന്നെ എല്ലാ ഉന്മേഷത്തിനും എന്തുണ്ട്, ഒരു ഇടവേളയുണ്ട്. ഫമൻ കാനത്ത് ഫത്രതുഹു ഇലാ സുന്നതി ഫഖദ് ഇഹ്തദ. ആരാണ് ഇടവേള അനുസരിച്ച് പ്രവർത്തിച്ചത്, അവൻ അവന്റെ സുന്നത്തിനെയാണ് അനുധാവനം ചെയ്തത്. വമൻ കാനത്ത് ഫത്രതുഹു ഇലാ ഗൈറ ദാലിക ഫഖദ് ളൽ. ആരാണ് അതിനപ്പുറം കടന്നിട്ട് മറ്റേതെങ്കിലും ഒരു മാർഗം അനുധാവനം ചെയ്തത്, അവൻ വഴി പിഴച്ചു പോയിരിക്കുന്നു എന്നാണ്, അവൻ മാർഗഭ്രംശം സംഭവിച്ചിരിക്കുന്നു എന്നാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുജനായ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം കുടുംബത്തോടുള്ള കടപ്പാടുകൾ മറന്ന് ആരാധനയിൽ അലിഞ്ഞു ചേർന്ന വിവരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ കണ്ടു. എന്നിട്ട് ചോദിച്ചു, അലം ഉഖ്ബിർ അന്നക തസൂമു ദഹ്റ വതഖറുൽ ഖുർആന കുല്ല ലൈല. അല്ല, താങ്കളെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ടല്ലോ, താങ്കൾ രാത്രി എപ്പോഴും ഖുർആൻ പാരായണം, അതുപോലെ തന്നെ പകല് മുഴുവനും നോമ്പാണ് എന്ന് കേട്ടിരിക്കുന്നല്ലോ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അതേ റസൂലേ, ബലാ യാ നബി അല്ലാഹ് വലം ഉരിദു ബിദാലിക ഇല്ലൽ ഖൈർ. അല്ലാഹുവിന്റെ പ്രവാചകരെ, ഞാൻ നന്മയല്ലാതെ മറ്റൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. ഞാൻ രാത്രി ദീർഘമായി നിസ്കരിക്കും, പകല് മുഴുവനും നോമ്പ് നിൽക്കും. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നക ബിഹസ്ബിക അൻ തസൂമ മിൻ കുല്ലി ഷൈഇൻ സലാസാതി അയ്യാമിൻ. നീ മാസത്തിൽ 3 ദിവസം നോമ്പ് നോറ്റാൽ മതി. അയ്യാമിൽ ബീദിന്റെ നോമ്പ് താങ്കൾ നോറ്റാൽ മതി. ഖുൽതു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഇന്നി അതീഖു അഫ്ളല മിൻ സാലിക്, എനിക്ക് ഇതിനേക്കാൾ ധാരാളം ചെയ്യാൻ കഴിയും. ഒരു മാസം മുഴുവനായി നോമ്പ് നോക്കുന്ന ആളാണ്. അല്ലാഹുവിന്റെ പ്രവാചകർ, താങ്കൾ അങ്ങനെ പറയല്ല. അപ്പൊ പറഞ്ഞു, ഫഇന്ന ലിസൗജിക അലൈക ഹഖ്ഖ, നിനക്ക് നിന്റെ ഭാര്യനോട് ചില കടപ്പാടുണ്ട്. വലിസൗലിക അലൈക ഹഖ്ഖ, നിന്നെ സന്ദർശിക്കുന്ന ആളോട് ചില കടപ്പാടുണ്ട്. വലി ജസദിക അലൈക ഹഖ്ഖ, നിന്റെ ശരീരത്തിനോട് താങ്കൾക്ക് ചില കടപ്പാടുണ്ട്.
എന്നിട്ട് പറഞ്ഞു ഫസും സൗമ ദാവൂദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഇന്നഹു കാന അഅ്ബദൻ നാസ്. ജനങ്ങളിൽ ഏറ്റവും വലിയ ആരാധ്യൻ ആരാണെന്ന് ചോദിച്ചാൽ അത് ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമായിരുന്നു. അദ്ദേഹത്തിന്റെ നോമ്പെണ്ണ എങ്ങനെ? ഒരു ദിവസം നോമ്പെടുക്കും, പിറ്റേ ദിവസം നോമ്പെടുക്കില്ല, പിന്നെ നോമ്പെടുക്കും, പിന്നെ നോമ്പെടുക്കില്ല, പിന്നെ നോമ്പെടുക്കും, പിന്നെ നോമ്പെടുക്കില്ല. അദ്ദേഹമായിരുന്നു ജനങ്ങളിൽ ഏറ്റവും വലിയ ആരാധ്യൻ. അദ്ദേഹത്തെ പോലെ നോമ്പ് നിൽക്ക എന്ന് പറയുക. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു വഖ്റഉൽ ഖുർആന ഫീ കുല്ലി ശഹർ, ഒരു മാസം കൊണ്ട് ഖുർആന്റെ ഖത്തം പൂർത്തിയാക്കിയാൽ മതി. അപ്പൊ അദ്ദേഹം എതിർത്തു, അള്ളാഹുവിന്റെ പ്രവാചകരെ എനിക്ക് അതിനേക്കാൾ ധാരാളമായി ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ ഘട്ടം പറയുന്നുണ്ട്. അപ്പോഴൊക്കെ അദ്ദേഹം എതിർക്കും, അള്ളാഹുവിന്റെ പ്രവാചകരെ അതിനേക്കാൾ എനിക്ക് കൂടുതൽ ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു 7 ദിവസം കൊണ്ട് ഖുർആൻ ഓത്ത് പൂർത്തീകരിക്കാം, അതിൽ കുറക്കാൻ താങ്കൾക്ക് അധികാരമില്ല. സഹോദരന്മാർ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. മറ്റൊരു ഹദീസിൽ കാണാം സൽമാൻ ഇബ്നു ഫാരിസിനെയും അബൂ ദർദായിനെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദരന്മാരെ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. ഒരിക്കൽ അബൂ ദർദായിന്റെ വീട്ടിൽ സൽമാൻ ഫാരിസ് ഇങ്ങനെ സന്ദർശനത്തിലെത്തി. കാരണം രണ്ടുപേരും സഹോദരന്മാരും നല്ല ഉറ്റ സുഹൃത്തുക്കളാണ്. അപ്പോൾ അദ്ദേഹം സൽമാൻ ബിൻ ഫാരിസ് അബൂ ദർദായിന്റെ ഭാര്യയെ കണ്ടു. ഫറാഹ ഉമ്മു ദർദായിനെ കണ്ടു. മുതബസ്സിലത്ത് എന്ന് പറഞ്ഞാൽ പാരിപ്പറഞ്ഞ വസ്ത്രം, ഒരു അതിശോക്തിപരമായ ഒരു അവസ്ഥയിലായിരുന്നു അവരുണ്ടായിരുന്നത്. ഒരു വിഷണ്ണിയായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അവരോട് ചോദിച്ചു, സൽമാൻ ഫുൽ ഫാരിസ് ചോദിച്ചു, മാ ഷാനുക്കി, എന്താ നിനക്ക് പറ്റിയ, നീ എന്താ ഒരു എന്തോ പോലെ കാണുന്നുണ്ടല്ലോ. അപ്പോ അവര് മറുപടി കൊടുത്തു, ഉമ്മു ദർദ മറുപടി കൊടുത്തു, അഹൂക അബൂ ദർദ ലൈസ ലഹു ഹാജത്തുൻ ഫിദ്ദുനിയ, നിങ്ങളുടെ സഹോദരൻ അബൂ ദർദ ഉണ്ടല്ലോ, അദ്ദേഹത്തിന് ദുനിയാവിന്റെ കാര്യത്തിൽ ഒരു താല്പര്യമില്ല. അദ്ദേഹം നോമ്പ് നിൽക്കും, രാത്രി നിസ്കരിക്കും, ഖുർആൻ പാരായണം ചെയ്യും. ദുനിയാവിന്റെ കാര്യത്തിലോ എന്റെ കാര്യത്തിലോ അദ്ദേഹത്തിന് ഒരു താല്പര്യവുമില്ല. അബൂ ദർദ, അങ്ങനെ അബൂ ദർദ വന്നു. ഫസനലഹു തആമൻ, കാരണം സൽമാൻ ഫാരിസി വീട്ടിൽ വന്നിട്ടുണ്ടല്ലോ, അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹം ഭക്ഷണമൊക്കെ ഉണ്ടാക്കി. ഫഖാല ലഹു കുൽ, അപ്പോ സൽമാൻ ഫാരിസിനോട് പറഞ്ഞു നിങ്ങൾ ഭക്ഷിക്ക്. അബൂ ദർദ പറയാൻ. അപ്പൊ സൽമാൻ ഫാരിസ് പറഞ്ഞു ഞാൻ ഭക്ഷിക്കില്ല, നിങ്ങൾ ഭക്ഷിക്കുന്നത് വരെ. ഞാൻ നോമ്പ് വരണം, എനിക്ക് ഭക്ഷണം പറ്റില്ല, ഞാൻ പറ്റില്ല, നിങ്ങൾ ഞാൻ നോമ്പ് വരണം. പറ്റില്ല, നിങ്ങൾ നോമ്പ് മുറിക്ക്, എന്റെ കൂടെ ഭക്ഷിക്ക്. അങ്ങനെ അദ്ദേഹം നോമ്പ് മുറിച്ചു. സുന്നത്ത് നോമ്പായിരുന്നു. രണ്ടുപേരും ഒന്നിച്ചു ഭക്ഷിച്ചു. അങ്ങനെ രണ്ടുപേരും കിടന്നുറങ്ങി. കുറച്ച് കഴിഞ്ഞ ഉടനെ തന്നെ അബൂ ദർദ എഴുന്നേൽക്കുന്നു. എന്തിനെ? രാത്രി നിസ്കരിക്കാൻ വേണ്ടി, ഖിയാമുൽ ലൈൽ നിസ്കരിക്കാൻ വേണ്ടി. അപ്പോ സൽമാൻ ബിൻ ഫാരിസ് പറഞ്ഞു ഉറങ്ങ്. അപ്പോ അബൂ ദർദ അത്ഭുതപ്പെട്ടു, എന്താണ് സൽമാൻ പറയുന്നത്? അദ്ദേഹം ഉറങ്ങാൻ കിടന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും എഴുന്നേറ്റു. അപ്പോൾ സൽമാൻ ഫാരിസ് പറയും ഉറങ്ങ്. അദ്ദേഹം ഉറങ്ങി. അങ്ങനെ രണ്ടുപേരും കുറച്ച് സുബഹിന്റെ ഫജ്റിന്റെ കുറച്ച് സമയമായപ്പോൾ സൽമാൻ എണീച്ചിട്ട് അബൂ ദർദാനെ വിളിച്ചു, ദർദ എഴുന്നേൽക്ക്, എഴുന്നേൽക്ക്. അങ്ങനെ രണ്ടുപേരും ജമാഅത്തായി നിസ്കരിച്ചു. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു ഇന്ന ലിറബ്ബിക അലൈക ഹഖ്ക, നിങ്ങളുടെ റബ്ബിനോട് നിങ്ങൾക്ക് ബാധ്യതയുണ്ട്. വഇന്ന ലിനഫ്സിക അലൈക ഹഖ്ക, നിങ്ങളുടെ ശരീരത്തിനോട് നിങ്ങൾക്ക് ബാധ്യതയുണ്ട്. അഹ്ലിക അലൈക ഹഖ്ക, നിങ്ങളുടെ ഭാര്യനോട് നിങ്ങൾക്ക് ബാധ്യതയുണ്ട്. ഓരോ അവകാശികൾക്കും അവരവരുടെ അവകാശം വകവെച്ചു കൊടുക്കണം. നമ്മുടെ ഭാര്യമാർ, നമ്മുടെ ഭർത്താക്കന്മാർ, നമ്മുടെ കുട്ടികൾ, എല്ലാവർക്കും നമ്മിൽ നിന്നുള്ള അവകാശമുണ്ട്. ആ അവകാശം ആർക്കാണ് വെച്ച് കൊടുക്കേണ്ടത് അവർക്ക് വെച്ച് കൊടുക്കണം. ചില സഹോദരിമാരുണ്ട്, മകൾ കല്യാണം കഴിഞ്ഞു, അവർക്ക് 1-2 കുട്ടികളായാൽ ഭർത്താവിൻ്റെ കൂടെ കിടക്കാൻ വേണ്ടി വിസമ്മതം കാണിക്കും. അവർ മാറിക്കിടക്കും. കാരണം എന്തേ? പുതിയാപ്പിള വീട്ടിൽ വരുന്നുണ്ട്, എന്താ എന്നെ കുറിച്ച് വിചാരിക്കാൻ? കുട്ടികൾ വലുതായിട്ടുണ്ട്, 18, 20, 22 വയസ്സായിട്ടുണ്ട്. ഞാനെങ്ങനെയാണ് ഉപ്പാന്റെ കൂടെ കിടക്കുക? എന്താ വിചാരിക്കുക? സഹോദരിമാരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഭർത്താവിന് കൊടുക്കേണ്ട അവകാശം ഭർത്താവിന് കൊടുക്കണം, ഭാര്യയ്ക്ക് കൊടുക്കേണ്ട അവകാശം ഭാര്യയ്ക്ക് കൊടുക്കണം, മക്കൾക്ക് കൊടുക്കേണ്ട അവകാശം മക്കൾക്ക് കൊടുക്കണം. എന്നിട്ടോ സൽമാൻ ഫാരിസിനെ പറ്റിയിട്ട് അബൂ ദർദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാനിങ്ങനെ രാത്രി നിസ്കരിക്കാൻ വേണ്ടി നോക്കിയപ്പോൾ എന്നെ സൽമാൻ ഫാരിസ് തടഞ്ഞു. ഞാനിങ്ങനെ നോമ്പ് നോറ്റിരുന്നു, എന്നെ കൊണ്ട് മുറിപ്പിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സദഖ സൽമാൻ ചെയ്തത് സത്യമാണ്. സുബ്ഹാനല്ലാഹ്. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, അബൂ സഅദിന്റെ നിവേദനത്തിൽ കാണാം, ലഖദ് ഉഷ്ബിയ സൽമാനു ഇൽമാ, സൽമാൻ ഫാരിസിക്ക് വിജ്ഞാനത്താൽ വയറ് നിറഞ്ഞിരിക്കുന്നു. അദ്ദേഹം മഹാപണ്ഡിതനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, സഹോദരന്മാരെ, മിതത്വം എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ മുഖമുദ്രയാണ്. വിശ്വാസം, ആരാധന, ഭക്തി, സ്വഭാവം, പെരുമാറ്റം, ഇടപാടുകൾ തുടങ്ങിയ സകല കാര്യങ്ങളിലും നമ്മോട് മിതത്വം കാണിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷ്കർഷിച്ചതാണ്.
മുസ്ലിം സമുദായത്തെ ഇതര സമുദായങ്ങളിൽ നിന്ന് വേർതിരിച്ചു നിർത്താൻ നിദാനമാക്കിയ മൗലികമായ യോഗ്യതകളിൽ ഒന്ന് ഇസ്ലാമിന്റെ മിതത്വ സ്വഭാവമാണ്. വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസത്ത, നിങ്ങളെ നാം മധ്യമ സമൂഹമാക്കിയിരിക്കുന്നു എന്താണ് ഇമാം ഇബ്നു ജൗസി പറഞ്ഞതറിയോ? വാസിലു ദാലിക അന്നൽ ഖൈറൽ അഷ്യാഇ ഔസതുഹാ വൽ ഖുലുവ തക്സീറു മസ്മൂമ. അതിരി കയ്യുക, അതിരി ഓവറായി പോവുക, അതുപോലെ തന്നെ ശുഷ്കമായ സമീപനം സ്വീകരിക്കുക, രണ്ടും ആക്ഷേപിക്കപ്പെട്ട സംഗതിയാണ്. അതുപോലെ തന്നെ ഏത് രൂപത്തിൽ ഫൈനൽ മുസ്ലിമീന ലം യുഖസ്സിറു ഫീ ദീനിഹിം കൽ യഹൂദ്, ജൂതന്മാരെ പോലെ ദീനിലെ ശുഷ്കമായ സമീപനം സ്വീകരിക്കാൻ വേണ്ടി പാടുന്നതില്ല. വലം യഗ്ലുക്കൽ നസാറ, നസ്രാക്കൾ പോലെ അതിരി കവിയാൻ വേണ്ടി പാടുന്നില്ല. ഫൈനഹും ജഅമു അന്ന ഈസ ബിനുല്ലാഹ്, അവർ വാദിച്ചു കഴിഞ്ഞു ഈസാ നബി അള്ളാഹുവിന്റെ മകനാണ്. കാരണം ഈ അതിരി കവിയലാണ്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, മിതത്വത്തിന്റെ മാർഗം പുൽകാൻ ആഹ്വാനം ചെയ്യുന്ന ഇസ്ലാം തീവ്രതയെ അങ്ങേറ്റത്തെ എതിർത്തിട്ടുണ്ട്. അങ്ങനെ ഒരു മിതവാദികളായി ജീവിക്കാൻ നമുക്കേവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിൽ തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിക്കുന്ന മുറപ്രകാരം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്. ഇപ്പൊ അതിരി കവി എന്ന സ്വഭാവം അത് ആരാധനയിലായാൽ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയതാണ് നാം കാണുന്നത്. ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിടവാങ്ങൽ ഹജ്ജ് വേളയിൽ മുസ്ദലിഫിൽ എത്തിയപ്പോൾ മിനായിൽ എറിയാൻ ആവശ്യമായ കല്ലുകൾ പൊറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിനോട് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പൊ ഹജ്ജ് വേളയിൽ മിനായിൽ കല്ലെറിയാൻ വേണ്ടിയിട്ട് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിനോട് പറഞ്ഞു, ഇങ്ങനെയുള്ള കല്ലാണ് ബി അംസാരി ഹൗല വ അയ്യാകുമുൽ ഖുലൂഫ് ഫിദ്ദീൻ, ഇതുപോലെയുള്ള കല്ലാണ് പൊറുക്കിയെടുക്കേണ്ടത്. ഇതുപോലെയുള്ള കല്ല് എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ വെളിയിൽ എറിയുന്ന കല്ലിൻ്റെ കാര്യത്തിൽ അതിൽ പോലും കൃത്യമായ സൂക്ഷ്മമായ നിലപാട് കാണിച്ചുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. പയറിനേക്കാൾ അല്പം ചെറിയ കുറച്ച് വലുപ്പമുള്ള കല്ല്, എന്നാൽ ചെറിയ കല്ലല്ല, പയറിനേക്കാൾ ചെറിയ കുറച്ച് വലുപ്പമുള്ള കല്ല്, എന്നാൽ ഓവറായി വലുപ്പമുള്ള കല്ല് പാടുന്നതല്ല. അത് കാണിച്ചു കൊണ്ട് പറയണം, ഇതുപോലെയുള്ള കല്ലാണ് എന്ത് ചെയ്യേണ്ടത്, പൊറുക്കിയെടുക്കേണ്ടത്. ശ്രദ്ധിക്കണം, ഹജ്ജ് വേളയിൽ മിനായിൽ എറിയേണ്ട കല്ലാണ്. അപ്പൊ ആ കല്ലിന്റെ അളവ് കോല് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു കൊടുക്കുകയാണ്. എന്നാൽ ഇന്ന് ഹജ്ജിന് പോയാൽ എന്താ അവസ്ഥ? ചില ആൾ ചെരുപ്പെടുത്ത് എറിയും, വലിയ കല്ലെടുത്ത് എറിയാൻ വേണ്ടി നോക്കും. പഴയ കാലത്തൊക്കെ കുറച്ച് മുമ്പ് വരെ മിനായിലാണ് തിക്കും തിരക്കുണ്ടാകാറ്. അവിടെ കല്ലെറിയാൻ വേണ്ടിയുള്ള വല്ലാത്ത ധൃതി കാണിക്കും ജനങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദ്ഫാണ്. ഹദ്ഫ് എന്ന് പറഞ്ഞത് ഇതാ, ഒരു പയറിനേക്കാൾ കുറച്ച് വലുപ്പമുള്ള കല്ല് അതെടുത്തിട്ട് എറിയാൻ വേണ്ടി പറഞ്ഞു. എന്തിനാണ്? അതിൽ പോലും കൃത്യമായ നിലപാട് നമ്മൾ കാണിക്കപ്പെട്ടു. നമുക്കറിയാം, ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞിട്ട് ഇയ്യാകും വഖലൂം ഫിദ്ദീൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണെന്നറിയോ, നിങ്ങൾ ദീനിൽ അതിരി കവിയുന്നത് സൂക്ഷിക്കണം. അത് വലിയ വാക്കാണ്. ഇപ്പൊ വലിയ താടി ഉണ്ടാവും, അപ്പൊ താടി പഠിച്ച ഒരാളെ കാണുമ്പോൾ ആ താടിയുള്ള ആൾക്കാർക്ക് ദീനീ കാര്യത്തിൽ തോന്നുന്ന എന്തായിരിക്കും? എന്തെങ്കിലും ഒരു ഇടപാട് പറഞ്ഞ ഒരു ദീനിന്റെ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിട്ട് ഇയാളൊന്നും കൊള്ളിക്കാർ, ഇയാൾക്ക് താടിയില്ലാത്തതാണ്, ആ തോന്നൽ തന്നെ മതി താടി വെച്ച നരകത്തിൽ പോകാൻ. സുബ്ഹാനല്ലാഹ്, അതൊക്കെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഇപ്പൊ നിക്കാബുധാരികൾ വിചാരിക്കും നിക്കാബ് ധരിക്കാത്ത പെണ്ണുങ്ങന്മാർക്ക് നരകത്തിലാണ്. അതൊക്കെ ആക്കട്ടെ, ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. സഹാബി വനിതകളിൽ പോലും നിക്കാബ് ധരിക്കാത്തവരുണ്ടായിരുന്നു. നിക്കാബ് അഫ്ളലായ വശമാണ്, അത് വാജിബാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിന് തെളിവുകളില്ല. അങ്ങനെ സഹാബി വനിതകളിൽ നിക്കാബ് ധരിക്കാത്തവരുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബയിൽ നിറങ്ങി മുഖം ചുക്കിച്ചെളിഞ്ഞ സ്ത്രീ റസൂലുള്ളാഹിനോട് ചോദിച്ചു. അതെങ്ങനെ റിപ്പോർട്ട് ചെയ്ത റാവിക്ക് മനസ്സിലായ ആ സ്ത്രീയുടെ മുഖം ചുക്കിച്ചൊളിഞ്ഞിട്ടുണ്ട്. ഉമർ ഇബ്നു ഖത്താബ് ഒരു സ്ത്രീയെ സഹാബി വനിതയെ കണ്ടു. അന്നേരം പറഞ്ഞു, ആ കറുത്ത സ്ത്രീയില്ലേ, അവര് സ്വർഗവാസിയാണ് കേട്ടോ. കറുത്ത സ്ത്രീ ഇങ്ങനെ മനസ്സിലായി. നിക്കാബ്, കയ്യൊറ, കാലൊറ, സ്ത്രീനെ മനസ്സിലാവും കറുത്ത സ്ത്രീയാണെന്ന്. 10-ൽ പരം ഹദീസുകളുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളിൽ നിന്ന് മുഖം വെളിവാക്കിയ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നത്. അതൊരു അഫ്ളലായ വശമാണ്. എന്നാൽ മുഖം മൂടൽ അത് ഏറ്റവും നല്ല വശമാണ്. പക്ഷെ ആ വശം മറ്റൊരു വശത്തെ എന്ത് ചെയ്യാൻ പാടില്ല, നരകവാസികളാക്കി തരം താഴ്ത്താൻ വേണ്ടി പാടുന്നില്ല. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നവർ എന്തായി മാറിയേക്കാം, നരകത്തിൽ പോകേണ്ടി വരും. ബനൂ ഇസ്രായേലിൽ കഥ പറഞ്ഞിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു റിപ്പോർട്ടാണ്. ഏറ്റവും നല്ലൊരു ആബിദായ ഒരു മനുഷ്യനുണ്ടായിരുന്നു, ഒരു ആബിദായ മനുഷ്യൻ. മറ്റയാളോട് ഉപദേശിക്കും, നീ നന്നാകും. അയാളെ ഉപദേശം സ്വീകരിച്ചില്ല. അയാൾ മുസ്ലിമാണ്, മുവഹിദാണ്. അങ്ങനെ അയാള് മരിച്ചു, ഇയാളും മരിച്ചു. ഇയാൾ നല്ല ആബിദാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരണക്ക് കൊണ്ടുവരുന്നുണ്ട് രണ്ടാളെ.
എന്നിട്ട് ചോദിച്ചു, നീ നരകത്തിൽ പോ. ഏത് നല്ല ആബിദിനോട് അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കും. അല്ലാഹുവേ, എന്താണ് ഇതവസ്ഥ? നീ മറ്റവനെ നരകവാസിയായി ചിത്രീകരിച്ചില്ലേ? അള്ളാഹു ഒരിക്കലും നിനക്ക് പൊറത്തു തരില്ല എന്ന് പറഞ്ഞില്ലേ? അള്ളാഹു നിന്നെ നരകത്തിലാക്കുമെന്ന് ഈ വിധികർത്തൃത്വം ദുനിയാവിൽ വെച്ച് എന്റെ വിധികർത്തത്തിൽ നീ വിധി കൽപ്പിച്ചില്ലയോ? നീ നരകത്തിൽ പോ, എന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് താങ്കൾ സ്വർഗത്തിൽ പോന്ന് പറയും. ആരോട്? ആ പാപങ്ങൾ ചെയ്ത മുവഹിദിനോട് പറയും. എന്താണ് സഹോദരന്മാർ, ചില്ലറ വിഷയമല്ല. അപ്പൊ ദീൻ നമുക്ക് നൽകിയ വിശാലതയുണ്ട്. ആ വിശാലമായ മാർഗങ്ങളെ വിശാലമായി കണക്കാക്കേണ്ടതുണ്ട്. ഇപ്പൊ ചില ആൾക്കാർ സംഘടന പാടില്ല, എന്താണ് ഈ അതിരുവിടലാണ്. അതൊരു വിശാലമായ വിഷയമാണ്, നമുക്ക് അനുവദിക്കപ്പെട്ട വിഷയമാണ്. ദഅവാ മേഖലയിൽ നമുക്ക് എന്തൊക്കെ ഉപയോഗിക്കാം, അത് അനുവദിക്കപ്പെട്ട മേഖലയാണ്. ഇപ്പം നമുക്ക് ഇസ്ലാമിക വിജ്ഞാനം കൊടുക്കണം, ദീനീ വിദ്യാഭ്യാസം കൊടുക്കണം. നമ്മൾ മദ്രസകളെ ആശ്രയിക്കുന്നു. 1ാം ക്ലാസ്, 2ാം ക്ലാസ്, 3ാം ക്ലാസ്, 4ാം ക്ലാസ്, 5ാം ക്ലാസ്, സദർ മുസ്ലിം, കുറെ മുഅല്ലിമുമാർ, സദറുമാർ, അവരെ തഫ്തീഷ് ചെയ്യുന്ന മുഫത്തിഷുമാർ, പരീക്ഷകൾ, ഉത്തരങ്ങൾ, ഡിഗ്രികൾ, മാസ്റ്റർ ഡിഗ്രികൾ, PhDകൾ, ഇതൊക്കെ ആരാ സംവിധാനിച്ചത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഉണ്ടായിട്ടില്ല. ഇതൊക്കെ വിദ്യാഭ്യാസത്തിന് നമ്മൾ നേടുന്ന മാർഗങ്ങളാണ്. ഇതുപോലെയുള്ള മാർഗങ്ങൾ ദഅവത്തിന് നമുക്ക് നേടാം. അതാണ് സംഘടന. മറിച്ച് സംഘടന ആരാധിക്കുന്നില്ല. മദ്രസയെ നമ്മൾ ദീനീ വിജ്ഞാനം നേടാനുള്ള മാർഗമായി അവലംബിക്കുന്നത് പോലെ ദഅവത്ത് നേടാനുള്ള ഒരു മാർഗമാണ് സംഘടന. എന്നാൽ അതിന് വിടുമ്പോഴോ സംഘടന പാടില്ല, ഹറാമാണ്, വിദഗ്ധാണ്. മതവിദ്യാഭ്യാസം മദ്രസകൾ പാടില്ല, അത് പാടില്ല, ഇത് പാടില്ല, സകലതും ഹറാമായിരിക്കും. സഹോദരന്മാർ, അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായ നിലപാടുകളിൽ നമ്മൾ ഉണ്ടായിരിക്കണം. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് വന്നു. അപ്പൊ അവിടെ കെട്ടിത്തുക്കുന്ന ഒരു കയറ് കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഇതേതാ കയറ്? അത് സൈനബിന്റെ കയറാണ്. എന്താ കാരണം? അവർക്ക് ക്ഷീണം വന്നാൽ കയറ് പിടിച്ച് നിസ്കരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയറ് അഴിച്ചു കളാം, ക്ഷീണം വന്നാൽ പോയി കിടന്നുറങ്ങിക്കോട്ടെ, ഉന്മേഷത്തോടെ നിസ്കരിച്ചോട്ടെ. സുബ്ഹാനല്ലാഹ്, മുഹമ്മദ് റസൂലുള്ളാഹ്. ചില്ലറ വിഷയമല്ല സഹോദരന്മാരെ. ഇങ്ങനെ പഠിപ്പിക്കപ്പെട്ട ഒരു മതത്തിന്റെ വക്താക്കൾക്ക് ഈ ദീനി നിലപാടുകളിൽ നിന്ന് മാറാൻ വേണ്ടി സാധ്യമല്ല. നമുക്കറിയാം, നമുക്ക് ഏറ്റവും കൂടുതൽ സ്നേഹിക്കൽ ഒരു മുസ്ലിമിന് വാജിബായിട്ടുള്ളത് ആരെയാണ്? അള്ളാഹുവിനെ, പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ. അതൊരു സംശയമില്ല. അവിടെ പോലും എന്താ പറഞ്ഞ, ലാ തുത്റൂനി കമാ അത്റത്തിൻ നസാറ ഇബ്നു മറിയം, അല്ലേ? ക്രിസ്ത്യാനികൾ ഈസാ നബിനെ പുകഴ്ത്തിയതുപോലെ നിങ്ങൾ എന്നെ പുകഴ്ത്തരുത്. ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ്. അള്ളാഹുവിന്റെ അടിമയാണ്, പ്രവാചകനാണ്. അള്ളാഹുവിന്റെ അടിമയാണ്, പ്രവാചകനാണ്. അതുപോലെ തന്നെ കാർക്കശ്യം വെച്ച് പുലർത്തുന്ന ആൾക്കാർ, തീവ്രവാദികൾ നശിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 പ്രാവശ്യം പറഞ്ഞ കാർക്കശ്യം വെച്ച് പുലർത്തുന്ന തീവ്രവാദികൾ നശിച്ചു എന്ന് പറയുകയുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, ഇസ്ലാം എന്നത് വിശാലമായ വിഷയമാണ്, വിശാലമായ ഒരു മതമാണ്. അതിൽ വിശാലമായ വിഷയം അമ്രുൻ വാസി എന്ന് പറഞ്ഞിട്ട് തന്നെ പണ്ഡിതന്മാർ പല വിഷയങ്ങൾക്കും തഹ്ഖീഖ് അമ്രുൻ വാസി എന്നെഴുതിയിട്ട് കാണാൻ സാധിക്കും. അത് വിശാലമാണ് വിഷയങ്ങൾ, വിശാലമാണ് ഈ വിഷയം. എന്തുകൊണ്ടാണ് ഈ വിഷയം വരുന്നത്? പല വിഷയങ്ങളിലുള്ള കടുംപിടുത്തം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ആ രൂപത്തിൽ ഇസ്ലാമിനെ മനസ്സിലാക്കുകയും അത് ഉൾക്കൊള്ളുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖും കാര്യങ്ങളും നമുക്ക് എളുപ്പമാക്കി തരുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, നമ്മുടെ വിശ്വാസം നേരെ ചൊവ്വയാക്കാം. തൗഹീദിൽ അധിഷ്ഠിതമായി വിശ്വസിക്കാൻ വേണ്ടി പണിയെടുക്കുക, അതിനെപ്പറ്റി പഠിക്കുക, തൗഹീദ് പഠിക്കുക. ഇത് വലിയ വിഷയമാണ്. തൗഹീദ് ഇല്ലാഞ്ഞാൽ ഒരു കർമ്മങ്ങളും അല്ലാഹു നമ്മൾ സ്വീകരിക്കുകയില്ല. ഇപ്പൊ റമദാനാണ് വരാൻ വേണ്ടി പോകുന്നത്. തൗഹീദ് ഇല്ലയോ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ റമദാൻ സ്വീകരിക്കുകയില്ല. വളരെ വലിയ വിഷയമാണ് സഹോദരന്മാരെ. അതുകൊണ്ട് തൗഹീദിൽ അധിഷ്ഠിതമായി ജീവിക്കാൻ വേണ്ടി നോക്കാം, സുന്നത്തിന് അനുസൃതമായി ജീവിക്കാം. എന്ത് ചെയ്യുന്നുണ്ടോ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലുണ്ടോ എന്ന് നോക്കാം. അതിലില്ലാത്ത വിദഗ്ധകളെ വെടിയുക, അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഒഴിവാക്കുക. കാലാനുസൃതം ഓരോ കാലത്ത് ഓരോ സമയത്ത് സമൂഹത്തിൽ മുളച്ചു പോകുന്ന അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഉണ്ടാവും. അതൊക്കെ വെടിഞ്ഞുകൊണ്ട് ജീവിക്കുക. പലിശ ഇടപാടുകൾ മുക്തമായി ജീവിക്കുക. സംഗീത, സിനിമ, സീരിയല് എന്നൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ജീവിക്കുക. കൊടുത്തു തീർക്കാനുള്ള മറ്റുള്ളവരുടെ അവകാശങ്ങൾ നമ്മുടെ പോക്കറ്റിലുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കൊടുത്തു തീർക്കുക. മാപ്പ് ചോദിക്കേണ്ടവർ നമുക്കിടയിലുണ്ടെങ്കിൽ അവരോട് മാപ്പ് ചോദിക്കുക. ഇഖ്ലാസോട് കൂടിയും പ്രതിഫലിച്ചോട് കൂടിയും പുണ്യകർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും സഹായിക്കുമാറാവട്ടെ. അല്ലാഹുവേ, പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങൾ, അതുപോലെ തന്നെ സാധാ മരുന്നുകളെ ആശ്രിതമല്ലാതെ കഴിഞ്ഞു കൂടേണ്ട വേദന സംഹാരികളെ ആശ്രയിച്ച് മാത്രം കഴിയുന്ന അവസ്ഥകൾ, അപകട മരണങ്ങൾ
പോസ്റ്റ് പൊട്ടം പോലെയുള്ള അപകട മരണങ്ങൾ, ജീവിതത്തിൻ്റെ ഏതെങ്കിലും സമയത്ത് ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് വ്യതിചരിക്കേണ്ടി വരുന്ന ദുര്യോഗമായ അവസ്ഥകൾ, അള്ളാഹു എന്നിവയ്ക്ക് തൊട്ട് നിന്നോട് ഞങ്ങൾ അഭയം ചോദിക്കുക. അള്ളാഹുവെ നമ്മുടെ ഏറ്റവും നല്ല സമയം അന്ത്യസമയമാക്കുകയും യഖീനോടുകൂടി ദൃഢതയോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കുന്ന സത്യവിശ്വാസികളാക്കി നമ്മളെ അവരെയും മാറ്റി തീർക്കണമേ. അള്ളാഹുവെ നമ്മുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ ദീർഘായുസ്സും ആരോഗ്യസൗഖ്യവും പ്രദാനം ചെയ്യണമേ. നമ്മിൽ നിന്ന് മരിച്ച മാതാപിതാക്കൾക്ക് നിന്റെ വിശാലമായ മഗഫറത്ത് വഴി അവരെയും നമ്മളെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണമേ. അള്ളാഹുവെ നമ്മുടെ ഭാര്യമാരിലും കുട്ടികളിലും ഭർത്താക്കന്മാരിലും ഒരു കൺകുളിർമ പ്രദാനം ചെയ്യണമേ. നമ്മളാൽ നമ്മുടെ മാതാപിതാക്കൾക്ക് ഒരു കൺകുളിർമ പ്രദാനം ചെയ്യണമേ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. الحمد لله رب العالمين.